Dear students, today I am going to discuss regression analysis in statistics. First definition നോക്കാം. Regression analysis is a statistical device used to study the relationship between two or more variables that are related. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാനുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷറാണ് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്. റിഗ്രഷൻ കോഎഫിഷ്യൻ എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എക്സ് ഓൺ വൈ, ദാറ്റ് ഈസ് കോൾഡ് ബി എക്സ് വൈ. ദെൻ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് വൈ ഓൺ എക്സ്, ദാറ്റ് ഈസ് കോൾഡ് ബി വൈ എക്സ്. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എക്സ് ഓൺ വൈ എന്ന് പറയുന്നത് വെൻ എക്സ് ഈസ് കൺസിഡേർഡ് ആസ് ഡിപ്പെൻഡൻറ്റ് ഓൺ വൈ ആൻഡ് വൈ ഈസ് കൺസിഡേർഡ് ആസ് ഇൻഡിപെൻഡൻറ്റ്. അതായത് എക്സിനെ വൈൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതാണ് എക്സ് ഓൺ വൈ. റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് വൈ ഓൺ എക്സ് എന്ന് പറയുന്നത് വെൻ വൈ ഈസ് കൺസിഡേർഡ് ആസ് ഡിപ്പെൻഡ് ഓൺ എക്സ്, വൈനെ എക്സിൻ്റെ ഡിപ്പെൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇത് രണ്ടുമാണ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ബി എക്സ് വൈ ആൻഡ് ബി വൈ എക്സ്. അതായത് റിഗ്രഷൻ അനാലിസിസ് എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ രണ്ട് വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. ആ രണ്ട് വേരിയബിളിൽ ഒരു വേരിയബിൾ നമുക്കറിയാം. അപ്പോൾ അറിയുന്ന ഒരു വേരിയബിളിൻ്റെ വാല്യൂ വെച്ചിട്ട് അറിയാത്ത വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അറിയുന്ന രണ്ട് വേരിയബിളിൽ ഒരു വേരിയബിളിൻ്റെ വാല്യൂ അറിയാം, രണ്ടാമത്തെ വേരിയബിളിൻ്റെ വാല്യൂ അറിയില്ല എങ്കിൽ അറിയുന്ന വേരിയബിളിൻ്റെ വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് അറിയാത്ത വേരിയബിളിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതിനെയും റിഗ്രഷൻ അനാലിസിസ് എന്ന് നമുക്ക് പറയാം. ഇവിടെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ബി എക്സ് വൈ നമ്മൾ മുമ്പ് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് പഠിച്ചിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൽ യൂസ് ചെയ്ത ഇക്വേഷനിൽ ന്യൂമറേറ്റർ ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും ന്യൂമറേറ്റർ. ഡിനോമിനേറ്ററിൽ മാത്രം ചെറിയ ഡിഫറൻസ് കാണാം. ന്യൂമറേറ്ററിൽ ഉള്ളത് അതന്നെ, സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ വൈ ബൈ എൻ ഓൾ ഡിവൈഡഡ് ബൈ. ഇനി ഡിനോമിനേറ്ററിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ റൂട്ട് ഇട്ടിട്ടുണ്ടാവും, അതിന് പകരം ഇവിടെ റൂട്ടില്ല. മാത്രമല്ല അതിൽ എക്സും വൈയും ഉണ്ടാവും, ഇവിടെ വൈ മാത്രമേ ഉണ്ടാവുള്ളൂ. ബി എക്സ് വൈ എന്ന് പറയുന്നത് എക്സ് ഓൺ വൈ ആണ്. അപ്പോൾ എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് വൈ അല്ലേ, അപ്പം വൈൻ്റെ ഭാഗമാണ് ഡിനോമിനേറ്ററിൽ ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഓൾ സ്ക്വയർ ബൈ എൻ. അതുപോലെ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് വൈ ഓൺ എക്സ് ആണെങ്കിലും അതിന് ന്യൂമറേറ്റർ സെയിം ആണ്. ഇത് രണ്ടിൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ്. ദെൻ ബി വൈ എക്സ് ആയതുകൊണ്ട് ലാസ്റ്റ് എക്സ് അല്ല, അതുകൊണ്ട് ഡിനോമിനേറ്ററിൽ എക്സ് ഉള്ള ഭാഗമാണ് എഴുതേണ്ടത്. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഓൾ സ്ക്വയർ ബൈ എൻ. ഇത് രണ്ടുമാണ് ബി എക്സ് വൈൻ്റെയും ബി വൈ എക്സിൻ്റെയും ഇക്വേഷൻ. ഇനി എങ്ങനെയാണ് ഒരു റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് എക്സ് ഓൺ വൈയും വൈ ഓൺ എക്സും കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൽ യൂസ് ചെയ്ത അതേ എക്സാമ്പിൾ തന്നെ ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ എക്സാമ്പിൾ. അതിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ എക്സ് സ്ക്വയർ, സിഗ്മ വൈ സ്ക്വയർ, സിഗ്മ എക്സ് വൈ. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. സിഗ്മ എക്സ് വൈ അതുപോലെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ആൻസർ നോക്കാം. ബി എക്സ് വൈൻ്റെ ആൻസർ 3.214 കിട്ടിയിട്ടുണ്ടാവും. ബി വൈ എക്സിൻ്റെ ആൻസർ 0.256 കിട്ടിയിട്ടുണ്ടാവും. ഇത് രണ്ടുമാണ് ബി എക്സ് വൈയും ബി വൈ എക്സും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് പറയാനുള്ളത് റിഗ്രഷൻ ഇക്വേഷനാണ്. എന്താണ് റിഗ്രഷൻ ഇക്വേഷൻ? അപ്പോൾ ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ഓഫ് എക്സ് ഓൺ വൈ ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇപ്പോൾ ഇവിടെ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ ആണ്. എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് എക്സും ലാസ്റ്റ് വൈയും ഉണ്ടാവും. അതിൽ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റും അതിൽ കൂടെ വരും. അപ്പോൾ എക്സ് വൈ ഒക്കെ ആ ഓർഡറിൽ തന്നെ എക്സ് ഓൺ വൈ. അപ്പോൾ എക്സിൽ സ്റ്റാർട്ട് ചെയ്യുക, വൈയിൽ അവസാനിക്കുക. അപ്പോൾ ബി എക്സ് വൈ എക്സിൽ സ്റ്റാർട്ട് ചെയ്യുക, വൈയിൽ അവസാനിക്കുക. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഇവിടെ എക്സ് ബാർ വൈ ബാർ എന്ന് പറയുന്നത് മീനാണ്, നമ്മുടെ സാധാരണ ആവറേജ് അല്ലെങ്കിൽ അരിത്തമെറ്റിക് മീനാണ്. അതുപോലെ ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ഓഫ് വൈ ഓൺ എക്സ് ഈസ്, ഇപ്പോൾ സ്റ്റാർട്ടിങ് വൈയിലാണ്. ഇപ്പോൾ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു
BYX ഇൻറ്റു X മൈനസ് X ബാർ. ഇനി എങ്ങനെയാണ് ഒരു റിഗ്രഷൻ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സെയിം എക്സാമ്പിൾ തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്, നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെയാണ്. ഇതിൽ എക്സ് വൈ ആണ് നമുക്ക് അൺനോൺ വാല്യൂ ആയിട്ട് ഇവിടെ ഉള്ളത്. അപ്പോൾ എക്സിന് എക്സ് ആയിട്ട് തന്നെ കൊടുക്കാം. എക്സ് ബാർ ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ സിഗ്മ എക്സ് എന്ന് പറയുന്നത് വാല്യൂ 415 ആണ്. 415 ഇവിടെ സിഗ്മ എക്സ്. അപ്പോൾ അതിൻ്റെ എക്സ് ബാർ കാണാൻ വളരെ എളുപ്പമാണ് ഇവിടെ, കാരണം ഇവിടെ 10 ഐറ്റംസ് ആണുള്ളത്. നമ്പർ ടോട്ടൽ എക്സിൻ്റെ നമ്പർ 10 ആണ്. അതുകൊണ്ട് 41.5 ആണ് എക്സ് ബാർ കിട്ടുക. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈ ബാറും അതുപോലെ എളുപ്പത്തിൽ കാണാം. 375.6 ഇവിടെ കാണുന്നത്. അപ്പോൾ ബൈ 10 എന്ന് പറഞ്ഞത് സിഗ്മ എക്സ് ബൈ എൻ ആണല്ലോ എക്സ് ബാർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ 37.56 കിട്ടും. അത് രണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ BXYയും BYX നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചത് തന്നെയാണ്. അതിലൊരു ഡിജിറ്റ് കുറച്ചെന്ന് മാത്രമേ ഉള്ളൂ. 3.2 ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ X മൈനസ് 41.5 ഈക്വൽ ടു 3.2 ഇൻറ്റു Y മൈനസ് 37.56. അതുപോലെ 3.2നെ Y കൊണ്ട് ആദ്യം ബ്രാക്കറ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 3.2 ഇൻറ്റു Y മൈനസ് 3.2 ഇൻറ്റു 37.56 120.192. അതിൽ എക്സും വൈയും ഒരുമിച്ച് ഒരു സൈഡിലേക്കാക്കി ബാക്കിയുള്ളത് കൂട്ടി എഴുതിയിട്ട് ലാസ്റ്റ് ആൻസർ X മൈനസ് 3.2Y പ്ലസ് 78.692 ഈക്വൽ ടു 0. ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് അതിൽ എക്സോ വൈയോ ഉണ്ടാവും, അതുപോലെ ഈക്വൽ ടു 0 ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷനായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അതുപോലെ ഇക്വേഷൻ ഓഫ് റിഗ്രഷൻ ഓഫ് Y ഓൺ എക്സ് എഴുതുമ്പോൾ അതുപോലെ തന്നെയാണ്. Y മൈനസ് Y ബാർ ഈക്വൽ ടു BYX X മൈനസ് X ബാർ. സെയിം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Y മൈനസ് 37.56 ഈക്വൽ ടു 0.26 ആക്കി എടുത്തിട്ടുണ്ട്. 25 ഉള്ളത് 26 ആക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ 256 ആയിരുന്നു BYXൻ്റെ ആൻസർ. അപ്പോൾ അത് ഞാൻ 2 ഡിജിറ്റിലേക്ക് ചെയ്തപ്പോൾ 0.26 ആക്കിയിട്ടുണ്ട്. ഇൻറ്റു എക്സ് മൈനസ് 41.5. അപ്പോൾ Y മൈനസ് 37.56 ഈക്വൽ ടു 0.26 എക്സ് മൈനസ് 0.26 ഇൻറ്റു 41.5 10.79. ഇത് ഞാൻ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ Y മൈനസ് 0.26 എക്സ് മൈനസ് 26.77 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അനദർ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഇതാണ് Y ഓൺ എക്സിൻ്റെ ഇക്വേഷൻ. അതുപോലെ തന്നെ ഇതിലേക്ക് കൂട്ടി പറയേണ്ട ഒരു ഇക്വേഷനാണ് വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് എന്നുള്ളത്. അപ്പോൾ അത് ഇക്വേഷൻ അത്രയേ ഉള്ളൂ. അത് ഞാനിവിടെ എഴുതി കാണിക്കുന്നില്ല. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് BXY ഇൻറ്റു BYX ആണ്. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, കോറിലേഷൻ കോഎഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് BXY ഇൻറ്റു BYX ഇങ്ങനെയും പറയാം. അതാണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയുന്നത്. അതായത് R² ഈക്വൽ ടു BXY ഇൻറ്റു BYX. ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി